ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിൽ പ്രിയരെ, ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ആഘോഷമായ ക്രിസ്മസ് വരികയാണല്ലോ. എല്ലാവർക്കും മുൻകൂറായി ക്രിസ്മസിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. വചന പ്രഘോഷണത്തിനായി എനിക്ക് ലഭിച്ചിരിക്കുന്ന ബൈബിൾ വചനം ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങളാണ്. ശിഷ്യന്മാരോടൊപ്പം ഉണ്ടായിരുന്ന ക്രിസ്തുനാഥൻ കേസരിയ ഫിലിപ്പിയ പ്രദേശത്തെത്തിയപ്പോൾ ശിഷ്യന്മാരോട് ചോദിച്ച 2 ചോദ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുക. ഒന്നാമത്തെ ചോദ്യം, ജനങ്ങൾ എന്നെപ്പറ്റി എന്തു പറയുന്നു? രണ്ടാമത്തേത്, നിങ്ങൾ എന്നെപ്പറ്റി എന്തു പറയുന്നു? അതിന് ശിഷ്യന്മാർ പറയുന്ന മറുപടിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. 2025-ാം ആണ്ടിലും ഇതേ ചോദ്യം ക്രിസ്തുനാഥൻ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ ഒരു വ്യത്യാസം മാത്രം, അതായത് ചോദ്യം നമ്മളോടാണെന്ന് മാത്രം. ജനങ്ങൾ പല മറുപടിയും പറയും, പക്ഷേ ദൈവത്തിന് ആവശ്യം എൻ്റെയും നിൻ്റെയും മറുപടിയാണ്. ഈ 25 നോമ്പ് കാലത്ത് ദൈവമായ കർത്താവ് ചോദിക്കുന്ന ചോദ്യത്തിന് നമ്മൾ എങ്ങനെ മറുപടി കൊടുക്കും? പ്രിയമുള്ളവരെ, ഒരു വ്യക്തിയെ കണ്ടറിഞ്ഞവർ ആ വ്യക്തിയുടെ ആകാരവടിവ്, ശരീരപ്രകൃതിയൊക്കെയാണ് പറയുക. എന്നാലോ കേട്ടറിഞ്ഞവർ മനസ്സിൽ വിഭാവനം ചെയ്ത് അവതരിപ്പിക്കും. എന്നാൽ അനുഭവിച്ചറിഞ്ഞവർക്കോ യഥാർത്ഥ വ്യക്തിയെ അറിയുവാൻ സാധിക്കും. ഇവിടെയും അതുതന്നെയാണ് സംഭവിച്ചത്. ചിലർ പറയും സ്നാപക യോഹന്നാനാണ്, കാരണം സ്നാപക യോഹന്നാൻ ഒരു പ്രവാചകനാണ് എന്ന് ജനം വിശ്വസിച്ചിരുന്നു. ആ പ്രവാചകനെ ഹെരോദസ് കൊന്നുകളഞ്ഞപ്പോൾ ദൈവം അവനെ ഉയർപ്പിച്ചതാണ് യേശു എന്ന് ചിലർ വിശ്വസിച്ചു. എന്നാൽ സകലതും പൂർത്തിയാകുന്നതിന് മുമ്പ് ഏലിയ വരുമെന്ന് തിരുവെഴുത്തുകളിലുള്ളതിനാൽ ചിലർ ഏലിയ ആണെന്ന് വിശ്വസിച്ചു. മറ്റു ചിലർ പണ്ടങ്ങോ മരിച്ചുപോയ പ്രവാചകന്മാരിൽ ആരോ ഉയർത്തെഴുന്നേറ്റിരിക്കുകയാണെന്ന് വിശ്വസിച്ചു. ഇതെല്ലാം കാഴ്ചയിൽ നിന്നും കേൾവിയിൽ നിന്നുമെല്ലാം ഉടലെടുത്തതാണ്. അനുഭവിച്ചറിഞ്ഞ എനിക്കും നിനക്കും മാത്രമേ യേശു ആരാണെന്ന് പറയുവാൻ സാധിക്കുകയുള്ളൂ. അനുഭവിച്ചറിഞ്ഞവർക്ക് മാത്രമേ യേശുവിനെ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണെന്ന് പറയുവാൻ സാധിക്കുകയുള്ളൂ. സ്നേഹമുള്ളവരെ, ഈ നോമ്പ് കാലത്ത് വീട്ടിൽ പുൽക്കൂട് ഒരുക്കിയതുകൊണ്ടോ ഉമ്മറത്ത് നക്ഷത്രവിളക്ക് തൂക്കിയതുകൊണ്ടോ ക്രിസ്തുവിനെ കാണുവാൻ സാധിക്കുകയില്ല. ഇതെല്ലാം ഒരു പ്രതീകം മാത്രം. നമ്മളുടെ ഹൃദയത്തിലാണ് പുൽക്കൂട് ഒരുക്കേണ്ടത്. നക്ഷത്ര വെളിച്ചം പകരേണ്ടത് മറ്റുള്ളവരുടെ ജീവിതത്തിലാണ് കാഴ്ച അർപ്പിക്കേണ്ടത്. നിരാലംബർക്കും അശ്രമർക്കുമാണ്. അപ്പോഴാണ് ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു നിന്റെ ഹൃദയത്തിൽ ഒരുക്കിയ പുൽക്കൂട്ടിൽ ജനിക്കുക. ആ ദൈവത്തെ മറ്റുള്ളവർക്ക് ചൂണ്ടിക്കാണിച്ച് ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പറയുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ആയതിനാൽ പ്രിയമുള്ള ദൈവജനമേ, ക്രിസ്തു എവിടെയാണ് ജനിക്കുക എന്ന് ഹെരോദാസ് ശാസ്ത്രികളോട് ചോദിച്ച ചോദ്യം ആവർത്തിച്ച് ചോദിക്കാതെ ഇതാ ഇവിടെ എന്ന് പറയുവാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ നമുക്ക് ആ ഉണ്ണി ഈശോയെ നോക്കി നമുക്കും പറയുവാൻ സാധിക്കും, ഈശോയെ, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് എന്ന്. അതിന് നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ക്രിസ്തുമസിൻ്റെ പുതുവർഷത്തിൻ്റെയും എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.